ഈ വലയുടെ വ്യാപ്തി വല്ലാത്ത തോതിലങ്ങ് വിസ്തൃതമാവുകയാണ്. ഇനി ആരൊക്കെയാണ് ഇതിൽ പെടുക, ആരൊക്കെ ഈ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ അതിലൂടെയൊക്കെ പുറത്തേക്ക് വരുമെന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ പത്മകുമാറിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം കടകംപള്ളിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കടകംപള്ളി പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ യാതൊരു ഫയലുകളും ഗവൺമെന്റിന് മുമ്പിൽ വരികയില്ല എന്നാണ്. ദേവസ്വം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് സർക്കാരല്ല, അത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിന് മാത്രമാണ്. പാളികൾ സ്വർണം പൂശാനോ ഇളക്കിയെടുക്കാനോ സ്വർണ്ണപ്പാളി കൊണ്ട് പൊതിയാനോ എന്തിനാണെങ്കിലും ആ തീരുമാനം ദേവസ്വം ബോർഡിൻ്റെതാണ്. അതിൽ മന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വമോ ബന്ധമോ ഇല്ല എന്നാണ് പറഞ്ഞത്.